കുഴപ്പമില്ല, നല്ല ചികിത്സയാണ്. നല്ല ചികിത്സയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എല്ലാ മരുന്നുകളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നേരത്തെ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാ മരുന്നുകളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 3-4 വർഷമായിട്ട് സ്ഥിരം ചികിത്സ കഴിയുന്ന ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാ മരുന്നുകളും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. തുടർന്നും അത് തന്നെ വരണമെന്നുള്ളതാണ് ആഗ്രഹം. വിനായൂർ തന്നെ വരണമെന്നുള്ളതാണ് ആഗ്രഹം, നമ്മുടെ ആരോഗ്യമന്ത്രി. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യനിപ്പോൾ ബുദ്ധിമുട്ടില്ല. കാരണം മറ്റൊരു മേഖലയിൽ പോകണം. കാരണം കാശുള്ളവർക്ക് മറ്റ് മെഡിക്കൽ സ്റ്റോറുകൾ ഒക്കെ ഒരുപാട് മരുന്നുകൾ വിലയുള്ളതൊക്കെ വാങ്ങിക്കാം. പക്ഷേ നമുക്കിപ്പോൾ വലിയ വിലയുള്ള മരുന്ന് വരെ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു. ഇപ്പം നല്ല അഭിപ്രായമാണ്. നല്ല ഇതായിട്ടെല്ലാം പോകുന്നുണ്ട്. കിട്ടുന്നുണ്ട്. നല്ലതായിട്ട് പോകുന്നു. നല്ലതായിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ചികിത്സയൊക്കെയാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് ഏതാണ്ട് 50 കോടി രൂപയുടെ വികസനമാണ് വീണ ജോർജ് ഈ ഒരു 5 കൊല്ലമായിട്ട് അവിടെ നടപ്പാക്കിയത്. ഇപ്പോൾ നമുക്ക് കാഷ്വാലിറ്റി അടക്കം ബ്ലഡ് ബാങ്ക് അടക്കം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ലേബർ റൂം, കണ്ണിൻ്റേത്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബ്ലോക്കുകളെല്ലാം നവീകരിക്കുക. അതായത് 50 കോടി രൂപയുടെ വികസനമാണ് വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. 100% ഏതാണ്ട് ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒറ്റ സ്ട്രക്ചറിൽ വരികയാണ്. ഒറ്റ കളറ്, ഒറ്റ ഇത്, എല്ലാ ബിൽഡിങ്ങും എല്ലാ സൗകര്യമുള്ള രീതിയിലേക്ക് മാറുകയാണ്. TB സെൻ്റർ 2.5 കോടി രൂപയാണ്. പുതിയ TB സെൻ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 100% ഞങ്ങളെ സംബന്ധിച്ച് കോഴഞ്ചേരിയെ സംബന്ധിച്ച് ഏതാണ്ട് 150 കോടി രൂപയുടെ വികസനമുണ്ട്. പാലം, റോഡ്, സ്കൂള്, C കേശവൻ സ്ക്വയർ, റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നു. 100% വീണ ജോർജ് ജയിക്കാൻ ഭൂരിപക്ഷം കൂടുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 17 എന്നുള്ളത് ഈ പ്രാവശ്യം 30,000 വോട്ടിനോളം ഭൂരിപക്ഷം ജയിക്കും.